ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ രണ്ട് മഹാനടന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടായിരുന്നു. ഇവർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വന്ന പുകിലുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒരാൾ ഒരു പൊതുവേദിയിൽ പോയി അവാർഡ് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ വയനാട്ടിലെ തൻ്റെ ജനങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുഃഖം നിറഞ്ഞൊരവസ്ഥയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞ ആ വേദിയിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മുഴുവനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ടുണ്ടാകാൻ പോകുന്ന റീച്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സെലിബ്രിറ്റികളിലേക്ക് എന്തായാലും ആ വീഡിയോ റൊട്ടേറ്റ് ചെയ്തെത്തും. ആരെക്കുറിച്ചാണ് പറയണതെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ല, നമ്മുടെ സ്വന്തം ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, ദി പാട്രിയാർക്ക് ഓഫ് മലയാള ഫിലിം ഇൻഡസ്ട്രി, മെഗാസ്റ്റാർ മമ്മൂക്ക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തതിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ് ഈ മണ്ടന്മാരിങ്ങനെ വിമർശിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇവർ പറയുന്നത് ഈ ഒരു അവസരത്തിൽ പുള്ളി അവിടെ പോയത് ശരിയായില്ല, തെറ്റാണ്. കാര്യം പുള്ളി ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പോയി, കേരളം മൊത്തം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കേരളത്തിലൊരു പ്രശ്നമുണ്ട്, അത് വളരെ വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നമാണ്, ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് മൂവ് ഓൺ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. പക്ഷേ മമ്മൂക്ക ഇവിടെ ചെയ്തത് ഒരു അവാർഡ് മേടിച്ച് അവിടെ അടിച്ചു പൊളിക്കാൻ പോയതല്ല. ഈ ഒരു സബ്ജക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പുള്ളി വഹിച്ചൊരു പങ്ക്. ഹാറ്റ്സ് ഓഫ് മമ്മൂക്ക. കുരയ്ക്കുന്നവർ കുരച്ചോണ്ടിരിക്കട്ടെ. പിന്നെ പുള്ളിക്കാരൻ സ്വന്തമാക്കിയ നേട്ടമെന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. 5 ഡിക്കേഡ്സിൽ ഫിലിം ഫെയറിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങുന്ന ഇന്ത്യയിലെ തന്നെ ഒരേ ഒരാളാണ് നമ്മുടെ മമ്മൂക്ക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പുള്ളി അവിടെ പോവുക തന്നെ വേണം. നമുക്കുള്ള സപ്പോർട്ടും പുള്ളി അവിടെ ചെയ്തിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. അവിടെ ഇല്ലാത്ത സെലിബ്രിറ്റീസ് പോലും പുള്ളിയുടെ ഒരു വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൂടെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ നാട്ടിലേക്ക്, വയനാട്ടിലേക്ക് വന്നു ചേരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പുള്ളിക്കാരൻ ചെയ്ത് വളരെ വലിയൊരു കാര്യം. നമ്മുടെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ, സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ, അദ്ദേഹം അറിയാലോ ആർമി യൂണിഫോമിലാണ് വയനാട്ടിലേക്ക് പോയത്. ആ വയനാട്ടിലേക്ക് ആർമി യൂണിഫോമിൽ പോയപ്പോഴത്തേക്കും കാണിക്കുന്ന പട്ടി ഷോയാണ് ഇത്. മറ്റ് പ്രമുഖരൊക്കെ വരുന്ന പോലെ വന്ന് സന്ദർശിച്ചിട്ട് കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോകുമായിരിക്കും, ഒന്നും നടപ്പില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോസ് വന്നപ്പോഴേ കമൻറ്റ് സെക്ഷൻ നിറഞ്ഞ്, നെഗറ്റീവ് ഓളികളെ കൊണ്ട് നിറഞ്ഞ്. പക്ഷെ സംഭവിച്ചത് അതിന് ശേഷമാണ് വീഡിയോ വരുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ 3 കോടിയുടെ ധനസഹായം പുള്ളി കൊടുക്കും, അതുകൂടാതെ ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ഇനി വേണ്ടത് കൊടുക്കും എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഹേറ്റേഴ്സിനെ അണ്ണാക്കി കിട്ടിയ അവസ്ഥയായി. അപ്പോൾ എന്ത് പറയാനാണ് ഇവരോടൊക്കെ. 1 രൂപ കൊടുക്കാത്തവനായിരിക്കും 3 കോടി കൊടുത്ത ലാലേട്ടനെ വിമർശിക്കാൻ വരുന്നത്. എന്തിന്? ആർമി യൂണിഫോം ഇട്ടതിൻ്റെ പേരിൽ. പുള്ളിക്കാരൻ ഒരു ആർമിക്കാരനാടേ. രാജ്യം ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്ത് ആദരിച്ചൊരു വ്യക്തിയാണ്. അവിടെ ആർമിയുടെ പ്രസൻസ് ഉണ്ട്, അവിടെ ആർമിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവിടെ ലാലേട്ടൻ ആർമി യൂണിഫോമിൽ പോയതിന് ഒരു തെറ്റുമില്ല. പിന്നെ 3 കോടി കൊടുത്തിട്ടുണ്ട്, 1 രൂപ പോലും കൊടുക്കാതെയല്ല പോയേക്കുന്നത്. ഇനിയും സഹായങ്ങൾ ചെയ്യും. അതുകൊണ്ട് ലാലേട്ട, ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല. കുരയ്ക്കുന്നവർ ഇവിടെയും കുരച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഈ സബ്ജക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കാര്യം എനിക്ക് ഇങ്ങനെയുള്ളവരോട് വെറും പുച്ഛം മാത്രമാണ്. ഏത് ലാലേട്ടനോടും മമ്മൂക്കയോടും അല്ല കേട്ടോ, ഹേറ്റേഴ്സിനോട്. ഇവരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഇതുപോലുള്ള പ്രവൃത്തികളുടെ പേരിൽ പ്രത്യേകിച്ച് അതിൽ കൂടുതലായിട്ടും കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പം വളരെ വലിയ നിരാശ തോന്നുന്നുണ്ട്. കാര്യം മതം ഭയങ്കരമായിട്ട് ഈ 2 പേരുടെ ഈ ഒരു പ്രശ്നമല്ല, ഈ 2 പേരുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനം വന്നാലും ഇപ്പം മതം കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്, വലിയ വിഷയമായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് നല്ലതിനല്ല. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ കാര്യം വളരെ അവതാളത്തിലാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. മമ്മൂക്ക ചെയ്തതും ലാലേട്ടൻ ചെയ്തതും വളരെ വലിയ കാര്യമാണ്. ഒരാൾ വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കി ആ വേദി നമ്മുടെ നാടിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. മറ്റൊരാൾ കയ്യിൽ നിന്ന് പൈസ എടുത്തും കൊടുത്തിട്ടുണ്ട്, വലിയ എമൗണ്ടാണ് കൊടുത്തേക്കുന്നത്. 2 പേർക്കും ഹാറ്റ്സ് ഓഫ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.